കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ കുറച്ച് വഴുകാൻ കാരണം ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോയിരുന്നു. തുന്നൊക്കെ എടുത്തു. എന്നിട്ട് പുതിയ ഒരു മുറി ഉണക്കമുണ്ട് കയ്യിൻ്റെ. പുതിയതായിട്ടൊരു ബാൻഡേജ് ഇട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 29-ാം തീയതിയാണ് വീണ്ടും കാണിക്കേണ്ടത്. ചെറുതായിട്ടുള്ള വേദനകളുണ്ട്. പിന്നെ മുഖത്തെ മുറിയും കുറച്ചൊക്കെ ഉണങ്ങി. അവിടെ അങ്ങനെ നീരിൻ്റെ മുഴുവൻ മാറിയിട്ടില്ല. അങ്ങനെയാണ്. എന്തായാലും ആദ്യം തന്നെ അതാ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക. അങ്ങനെ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കണ്ട് അങ്ങനെ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ടങ്ങനെ വാതിൽപ്പടി കയറി ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണൊക്കെ കണ്ട് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. അങ്ങനെ നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തള അണിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ തടിയുള്ളൊരു കുട്ടിയാട്ടോ. മേലൊക്കെ നല്ല തടിയുണ്ട്. അത്യാവശ്യം നല്ലൊരു തടിച്ചുരുണ്ട കുട്ടിയാണ്. അതേപോലെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണം കാണാണ്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയും ഗോപീതിലകാണ്. 2 ഗോപീതിലക ഇങ്ങനെ ഒന്നിനൊന്ന് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പതക്കം പോലത്തെ മാലയും. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ ഇങ്ങനെ ഒരു കൈ കൊണ്ട് അടുത്ത കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് അതിൻ്റെ മുകളിൽ താളം പിടിക്കുന്ന പോലെ. വായിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അടുത്ത് ആരൊക്കെ വരുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങക്ക് വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടേ ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇന്ന് അങ്ങനെ ശ്രീലകത്ത്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അപ്പുറത്ത് എടത്തരികത്ത് കാവിലമ്മയ്ക്ക് ഇന്നിപ്പോൾ താലപ്പൊലിയല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെയാവും. ആരൊക്കെ വരണമെന്ന് അവരൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ എന്താ പറയുക, ഓടക്കുഴൽ ഊതാന്ന് പറഞ്ഞിട്ട് നിൽക്കണ പോലെയാണ്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ച. അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. കിരീടം, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടി മാലകളുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും, തെച്ചിയും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ ഉണ്ടമാല 2 ഉണ്ട്. ഉണ്ടമാല 2 വെച്ചാൽ തടിച്ചുരുണ്ട തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്നും, പിന്നെ തെച്ചി തുളസി വെളുത്ത പൂവ്, അങ്ങനെ 2 ഉണ്ടമാലകളും 3 തിരുമുടിമാലകളും ഒക്കെ അണിഞ്ഞിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ എന്താ പറയുക, ഓടക്കുഴൽ വിളിക്കാൻ ഉള്ള തയ്യാറെടുപ്പുമായിട്ട് 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ട് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് ഇന്ന് ശ്രീലകത്ത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ സങ്കല്പിച്ചോളൂ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് തൊഴുകയാണ്. അങ്ങനെ തൊഴുത് ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനകളൊക്കെ സഫലമാവും. കാരണം എന്താ പറയുക, ഭക്തരിൽ ദാസനായിട്ട് വർത്തിക്കുന്ന ആ ഗുരുവായൂരപ്പനാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ നമുക്ക് രക്ഷ നൽകും തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും ആ തിടപ്പള്ളിയും അതേപോലെ തന്നെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് പിന്നെ അങ്ങനെ വരുമ്പോൾ ചെറിയ ഗണേശനെ കാണാൻ കോർണറിലെത്തിയ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരോട് നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങി വാമനരൂപം ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് അങ്ങനെ ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് എത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത്
ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് നേരെ ദശാവതാരത്തിലെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുതങ്ങനെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം, അതും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നൃത്താറയിലും അതേപോലെ ആ മണിക്കിണറും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് മേൽപ്പത്തൂരിനെയും കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ വന്ന് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കണ്ട് തൊഴാം. ഭഗവതിയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇന്നിപ്പോൾ അമ്മയുടെ താലപ്പൊലിയാണ്. അപ്പോൾ എല്ലാവരും ആ സന്തോഷത്തിലാണ്. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ കോർണറിൽ പോയി മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. ആ രണ്ട് കൈ കൊണ്ടും കൂടി ഊതാൻ ശ്രമിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കാണാം. അതേപോലെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതും കണ്ട് തൊഴുത് ഭഗവതിയുടെ അവിടെയും അതേപോലെ നേരെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒരിക്കൽ കൂടി ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുത് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.